Hi friends, welcome back to our channel RP Fashion Tech. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ഒരു ലെയർ കുർത്തിയുടെ കട്ടിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ഇതിന്റെ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ലെയറിൽ നമുക്ക് ജോയിന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഫ്രണ്ട് നെക്കിൽ ഒരു 2 ഇഞ്ച് താഴത്തേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് തുണി എടുത്തിട്ട് 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഈ നെക്കിലേക്ക് നമുക്ക് ഡോറി വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഡോറി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കട്ടിങ് വീഡിയോയും കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഈ ഡോറി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലേക്കും നമുക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ നെക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം ഈ ഡോറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരത്തെ നമ്മളൊരു പീസ് കട്ട് ചെയ്ത് വെച്ചില്ലേ, 2 ഇഞ്ച് താഴത്തേക്ക് കട്ട് ചെയ്തിട്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് ആ താഴെ എത്തുമ്പോഴത്തേക്കും കൊണ്ടുവന്ന് സൂചി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു കോൺ ഷേപ്പിൽ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആ ഒരു സെൻറ്ററിൽ നമ്മുടെ സ്റ്റിച്ചിൽ കൊള്ളാതെ കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. സൈഡിലെയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് അകത്തേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ അകത്തേക്കാക്കി കൊടുത്തിട്ട് അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡോറി വെക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള റൗണ്ട് നെക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ താഴേക്ക് ഓപ്പണിംഗ് കൊടുത്ത ഭാഗത്ത് ഡോറി വെച്ച് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്ക് റൗണ്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഇഞ്ച് വീതിക്ക് ക്രോസ് പീസ് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒട്ടും വലിച്ചു പിടിക്കാതെ കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു അറ്റത്ത് എത്തുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് വിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ കട്ടിങ് കൊടുക്കാം. നെക്ക് നമ്മുടെ കറക്റ്റായിട്ട് ആ ഒരു വളഞ്ഞ് തന്നെ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ടിങ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ അരികിലൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് വിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇനി ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്കിങ്ങനെ ഉള്ളിലേക്ക് ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അകത്തേക്ക് ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി മറ്റേ സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ക്രോസ് പീസ് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പതിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അകത്തേക്ക് മടക്കി അപ്പുറത്ത് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ കട്ടിങ് കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ പതിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം.
അതിനുശേഷം അകത്തേക്ക് മടക്കി ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. ഈ ഒരു കുർത്തിക്ക് നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ നെക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവിലും നമ്മൾ ഇതുപോലെ കെട്ടി കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ബാക്ക് നെക്കിലും ഇതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താഴത്തേക്കുള്ള ലെയറിന് ഞൊറിവിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെഷീൻ്റെ സ്റ്റിച്ച് ലെങ്ത് ഏറ്റവും കൂട്ടി വയ്ക്കുക. ഇതുപോലെ കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇതിപ്പോൾ ഫസ്റ്റ് ലെയറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിങ്ങനെ ലോങ് സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ലെങ്തിൽ നൂല് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു നൂല് പിടിച്ച് വലിച്ചെടുക്കണം. അതായത് നമുക്ക് അടിയിലെ നൂലില്ല, അടിയിലെ നൂല് ഇതുപോലെ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് നമുക്ക് ഞൊറിവിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ വരുമ്പോൾ വലിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചുരുങ്ങി വരും. അപ്പോൾ അതിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ നീക്കി കുഞ്ഞു ഞൊറിവിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലെയർ കുർത്തിക്ക് ഒരിക്കലും അല്ലാതെ പ്ലീറ്റ് ഇട്ട് കൊടുക്കരുത്, ഇങ്ങനെ തന്നെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിനൊരു ഭംഗി വരുന്നത്. ഇതുപോലെ നമുക്ക് വളരെ ചെറിയ ഞൊറിവുകളായിട്ട് ഇങ്ങനെ കിട്ടും. ഇനി ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഒരു ത്രെഡ് ഇങ്ങനെ വലിച്ചിട്ട് ഞൊറിവിട്ട് കൊടുക്കുക. വളരെ സിമ്പിളാണ് ഇതുപോലെ ഞൊറിവിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ 6 ലെയറും ഞൊറിവിട്ടെടുക്കുക. ഇനി നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു വേസ്റ്റിൻ്റെ വണ്ണം 20 ഇഞ്ചല്ലേ, 20 ഇഞ്ചിൽ ഇതുപോലെ ഞൊറിവിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ 20 ഇഞ്ചിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുകളിലെ പാർട്ട് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ഫസ്റ്റ് വരുന്ന ഒരു തയ്യൽ തുമ്പിൻ്റെ ഒരു 1.5 ഇഞ്ചിൽ ഞൊറിവ് വേണമെന്നില്ല. ബാക്കി ഇതുപോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തയ്ച്ച് വരുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഞൊറിവുകൾ ഇങ്ങനെ കൂടിയിരിക്കുകയെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ഇതിൽ. അപ്പോൾ ഇതുപോലെ ഒരു ലെയർ നമ്മളിതുപോലെ ഞൊറിവിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അടുത്ത ലെയറും ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് ലെയറും ഞൊറിവിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ചെയ്യുക. പിന്നെ ഈ ഫസ്റ്റ് ലെയറിൻ്റെ വിഡ്ത്തിനനുസരിച്ച് വേണം സെക്കൻഡ് ലെയർ ഞൊറിവിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സെക്കൻഡ് ലെയറും ഫിനിഷ് ചെയ്തെടുത്തു. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ലെയറും ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 3 ലെയറും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഇതുപോലെ എല്ലായിടത്തും ഒരേ രീതിയിൽ തന്നെ വരുന്ന രീതിക്കാണ് നമ്മൾ ഞൊറിവിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം ഇതേപോലെ തന്നെ ബാക്കിലെ പാർട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ട് ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കുക. ഇനി സ്ലീവിലേക്ക് നമ്മളൊരു ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലീവ് ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ സെൻറ്റർ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക്
ജസ്റ്റ് സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ കൊടുക്കാം. ഇനി നമുക്ക് ഒരു പീസ് തുണി കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 7 ഇഞ്ചും വിഡ്ത്ത് 1.5 ഇഞ്ചുമാണ്. 1.5 ഇഞ്ച് വിഡ്ത്തിലും 7 ഇഞ്ച് ലെങ്തിലും ഇതുപോലെ ഒരു പീസ് തുണി കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിനെ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ രണ്ടറ്റവും മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററിൽ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശത്താണ് ഇതുപോലെ വെക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ തുണിയുടെ രണ്ടറ്റവും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒരു 1/4 ഇഞ്ച് മാത്രം അകത്തേക്ക് മടക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. ഇതേപോലെ ഈ സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശത്താണ് ഈ സ്റ്റിച്ച് വരുന്നത്. അതുകൊണ്ട് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ നല്ല ഭംഗിയിൽ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൽ കൊടുത്ത പോലെ ഇതുപോലൊരു ഡോറി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്ത് ഇതുപോലൊരു പിന്ന് കുത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയെടുക്കാം. ഈ ഒരു ഹോളിൽ കൂടെ അകത്തേക്ക് കയറ്റിയിട്ട് മുകൾ ഭാഗത്തെത്തുമ്പോഴത്തേക്കും മറ്റേ ഹോളിലൂടെ കയറ്റി എടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിവിടെ ഇങ്ങനെ ചുരുക്ക് കൊടുത്ത് കെട്ടി വയ്ക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അറ്റത്ത് നമുക്ക് വേണമെങ്കിൽ ടാസിൽസൊക്കെ കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ്. നെക്കിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ടാസിൽസ് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോഴത്തേക്കും സ്ലീവ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ഒരു ലെയർ കുർത്തിക്ക് ഈ ഒരു സ്ലീവ് നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മറ്റേ സ്ലീവിൽ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ട് ടാസിൽസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കുർത്തിയിലേക്ക് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ലീവിൻ്റെ സെൻറ്ററും ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലീവ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്ത് ആയിപ്പോവും. കറക്റ്റ് ഈ സെൻറ്ററിൽ നിന്ന് തന്നെ ഇതുപോലെ നിങ്ങൾക്ക് അറിയാമല്ലോ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നോർമലി നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അവിടെ നിന്ന് തിരിച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകവശം ഇങ്ങനെ എടുക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ അവിടെ വണ്ണം മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഷേപ്പിൻ്റെ അവിടെയും കൈക്കുഴിയുടെ അവിടെയൊക്കെ വണ്ണം മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം ഷേപ്പ് കൂടെ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ താഴെ ഒന്ന് ഡബിൾ ഫോൾഡ് കൂടെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുർത്തിയുടെ സ്റ്റിച്ചിങ് കഴിയും. അപ്പോൾ ഇതുപോലെ നമ്മൾ കുർത്തി ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്ലീവും നെക്കും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നാണ് കരുതുന്നത്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. പിന്നെ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണിൽ ഓൾ തന്നെ സെലക്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.